ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം മഹാഭാരത സാരമായതുകൊണ്ട് അതിന് പ്രാധാന്യം ഇങ്ങനെ പരാശര ഭട്ടൻ നമ്മളോട് പറഞ്ഞു. ആ പറഞ്ഞ കാര്യം സമർത്ഥിക്കുവാൻ വേണ്ടി പരാശര ഭട്ടൻ ചില ഉദ്ധരണികൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഏതാനും ചില ഉദ്ധരണികൾ കൂടി ഒന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ശിവപുരാണത്തിലും അതുപോലെ വായുപുരാണത്തിലും ഒരുപോലെ വരുന്ന ഒരു കാര്യമാണ്. ശ്ലോകബദ്ധമാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ പരാശര ഭട്ടൻ തന്നെ ആയിരിക്കാം. പറയാണ്, മതിമന്ഥാനമാവിദ്യ യേനാസൗ ശ്രുതിസാഗരാത്. മതിമന്ഥാനമാവിദ്യ യേനാസൗ ശ്രുതിസാഗരാത് ജഗദ്ധിതായ ജനിതോ മഹാഭാരത ചന്ദ്രമാ. ജഗദ്ധിതായ ജനിതോ മഹാഭാരത ചന്ദ്രമാ. മതിമന്ഥാനമാവിദ്യ യേനാസൗ ശ്രുതിസാഗരാത്. അതായത് ശ്രുതിസാഗരം, വേദമാകുന്ന കടൽ, സാഗരം, വേദമാകുന്ന കടൽ, ആ കടലിനെ തൻ്റെ ബുദ്ധിയാകുന്ന കടകോലുകൊണ്ട് കടഞ്ഞ്, സമുദ്രമന്ഥനം, പാലാഴി മന്ഥനം നമുക്കറിയാലോ. പാലാഴി കടഞ്ഞപ്പോൾ അതിൽ വന്ന വിഭൂതികൾ, ഐരാവതം എന്ന ആന, ഉച്ചൈശ്രവസ്, അമൃതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കറിയാം. ലക്ഷ്മി, അതുപോലെ പാലാഴി കടഞ്ഞപ്പോൾ വന്നിട്ടുള്ള ഒന്നാണല്ലോ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ. ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ വന്നിട്ടുള്ളതാണ് പ്രസിദ്ധി. ശരി, അപ്പോ ആ ഉപമ എടുത്ത് ഉദ്ധരിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് വേദമാകുന്ന സമുദ്രത്തെ തൻ്റെ ബുദ്ധിയാകുന്ന കടകോലുകൊണ്ട് കടഞ്ഞ വ്യാസ ഭഗവാൻ അത് കടഞ്ഞപ്പോൾ ലഭിച്ച ചന്ദ്രനാണ് സാക്ഷാൽ മഹാഭാരതമെന്ന്. ചന്ദ്രൻ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. ചതി ആഹ്ലാദനെ എന്ന ധാതുവിനാണ് ചന്ദ്രശബ്ദം വന്നിട്ടുള്ളത്. അതായത് ആനന്ദിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ചന്ദ്രശബ്ദത്തിന് അർത്ഥം. അപ്പോൾ ബുദ്ധിയെ ആനന്ദിപ്പിക്കുക, ബുദ്ധിയെ ആനന്ദത്തിലേക്ക് ആറാടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ അവതരിച്ച ചന്ദ്രനാണ്. എങ്ങനെയുള്ള ചന്ദ്രൻ? ആ ചന്ദ്രൻ എവിടുന്നാ വന്നത്? വേദമാകുന്ന സമുദ്രം വ്യാസഭഗവാൻ തൻ്റെ ബുദ്ധിയാകുന്ന കടകോലുകൊണ്ട് കടഞ്ഞപ്പോൾ ലഭിച്ച ചന്ദ്രനാണ് ശ്രീ സാക്ഷാൽ മഹാഭാരതമെന്ന്. അത് വായുപുരാണത്തിലും അതുപോലെ തന്നെ ശിവപുരാണത്തിലും ഉള്ളതായി പരാശര ഭട്ടൻ പറയുന്നു. ഇത് ഒന്ന്. പരാശര ഭട്ടൻ തുടർന്ന് പറയാണ്, ഭവിഷ്യപുരാണത്തിലെ ഒരു ഭാഗം അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. വിഭേദി ഗഹനാത് ശാസ്ത്രാത് നരസ്തീവ്രാതി ഔഷധാത് ഭാരത ശാസ്ത്രസാരോയം മത കാധ്യാത്മനാകൃത. അതായത് ഗഹനങ്ങളായ ശാസ്ത്രങ്ങളെ ജ്വരം വന്ന മനുഷ്യൻ കയ്പ് കഷായത്തെ എങ്ങനെയാണോ ഭയപ്പെടുന്നത്, അതുപോലെ ഗഹനങ്ങളായ ശാസ്ത്രങ്ങളെ ലോകം ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭഗവാൻ വ്യാസൻ എന്ത് ചെയ്തു? ശാസ്ത്രങ്ങളുടെ സാരങ്ങളെ മുഴുവനും മധുരിക്കുന്ന ഭാഷയിൽ മഹാഭാരതമായി നമുക്ക് നൽകി. ഇത് പറയുന്നത് ഭവിഷ്യപുരാണം. അപ്പോ മഹാഭാരതം ഇപ്പൊ എന്താണ്? ശാസ്ത്രങ്ങളുടെ സാരമാണ് മഹാഭാരതം എന്ന ഭവിഷ്യപുരാണം. ഇനി അടുത്തൊരു പുരാണത്തിലെ പ്രസ്താവന നമുക്ക് നോക്കാം. ഇത് മത്സ്യപുരാണത്തിലെയാണ്. യസ്യ ദ്വൈപായനഃ പുത്രഃ സ്വയം വിഷ്ണുരജായത പ്രകാശോ ജനിതോ യേന മഹാഭാരത ചന്ദ്രമാഹ. പരാശരന്റെ പുത്രനായി സാക്ഷാൽ വിഷ്ണു തന്നെ വന്നു പിറന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ 24 അവതാരങ്ങളിൽ ഒന്നാണ് വ്യാസൻ എന്ന് ശ്രീമദ് ഭാഗവതം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഇവിടെ പറയാണ്, പരാശരപുത്രനായിട്ട്
സാക്ഷാൽ വ്യാസൻ തന്നെ, അതാ വിഷ്ണു തന്നെ വന്നു പിറന്നു. വ്യാസനായി ആര് വന്നു പിറന്നു? വിഷ്ണു തന്നെ വന്നു പിറന്നു. എന്നിട്ടോ പ്രകാശോ ജനിതോയേന മഹാഭാരത ചന്ദ്രമ, ലോകത്തെ ആനന്ദിപ്പിക്കുവാനും ലോകത്തെ പ്രകാശിപ്പിക്കുവാനും വേണ്ടി ആ മഹാഋഷിയിൽ നിന്ന്, ആ വ്യാസനിൽ നിന്ന് മഹാഭാരതം എന്ന് പറയുന്ന ചന്ദ്രൻ പിറന്നു എന്ന്. ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി മഹാഭാരതം എന്ന് പറയുന്ന ചന്ദ്രൻ വ്യാസഭഗവാനിൽ നിന്നും ജനിച്ചു എന്ന്. അത് മത്സ്യപുരാണത്തിൽ. ഇനി വിഷ്ണു പുരാണത്തിലൊരു ഭാഗം, കൃഷ്ണദ്വൈപായനം വ്യാസം വിദ്ധി നാരായണം പ്രഭും കോ ഹന്യോ ഭുവി മൈത്രേയ മഹാഭാരത കൃത് ഭവേത്. ഇത് വിഷ്ണു പുരാണത്തിലുള്ളതാണ്. കൃഷ്ണദ്വൈപായനം വ്യാസം വിദ്ധി നാരായണം പ്രഭും കോ ഹ്യന്യോ ഭുവി മൈത്രേയ മഹാഭാരത കൃത് ഭവേത്. ഇത് ആരും സാധാരണ അറ്റംപ്റ്റ് ചെയ്യാത്തൊരു സംഗതിയാണ്. അതായത് ഇവിടെ പറയണ ശ്രദ്ധിക്കൂ, കൃഷ്ണദ്വൈപായനം വ്യാസം വിധി നാരായണം പ്രഭും കോ ഹ്യന്യോ ഭുവി മൈത്രേയ മഹാഭാരത കൃത് ഭവേത്. ആരോട് പറയുന്നതാ? മൈത്രേയനോട് പരാശരമുനി പറയുന്നതാണ്. പരാശരന്റെ പുത്രനാണ് വ്യാസൻ, അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛൻ തൻ്റെ മകനെ കുറിച്ച് പുകഴ്ത്തി പറയോ പുറമേ ഒരാളോട്? ഇല്ല. ഇന്നത്തെ അച്ഛന്മാരുടെ കാര്യമല്ല, ഞാൻ പ്രാചീന ഭാരതത്തിലെ രീതിയാണ് പറയണത്. ഒരച്ഛനും തൻ്റെ പുത്രനെ കുറിച്ച് പുത്രിയെ കുറിച്ച് നാലാളോട് പുകഴ്ത്തി പറയില്ല. മറ്റുള്ളവർ പറഞ്ഞാലും ശരി, അവനവൻ പറയില്ല. എന്നിട്ടും അതാണ് പാരമ്പര്യമെന്നിരിക്കെ പരാശര ഋഷിക്ക് തൻ്റെ പുത്രന്റെ മഹത്വത്തെ പറയാതിരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ആ പാരമ്പര്യത്തെ മറികടക്കുന്ന രീതിയിൽ പരാശരന് തൻ്റെ പുത്രനെ കുറിച്ച് പറയേണ്ടി വന്നുവെങ്കിൽ ആ പുത്രന്റെ മഹത്വം എന്തായിരിക്കും? എന്താ പറയണത്? കൃഷ്ണദ്വൈപായനം വ്യാസം വിധി നാരായണം പ്രഭു. സാക്ഷാൽ നാരായണൻ തന്നെയാണ് വ്യാസൻ എന്നറിയാം. അല്ലാണ്ട് ആർക്കാണ് ഈ മഹാഭാരതം എഴുതാൻ സാധിക്കുക? പരാശരന്റെ വാക്കാണ് വിഷ്ണു പുരാണത്തിൽ. ശരി, ഇനി മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു പ്രമാണം നമുക്ക് നോക്കാം. വ്യാസവാക്യ ജലൗഘേന കുധർമ്മ തരുഹാരിണ വേദശൈലാവതീര്യേണ നീരജസ്ക മഹീകൃത. ഇത് മാർക്കണ്ഡേയ പുരാണത്തിലെയാണ്. മാർക്കണ്ഡേയ പുരാണം പറയണ നോക്കൂ. വ്യാസവാക്യ ജലൗഘേന, വ്യാസഭഗവാന്റെ വാക്കുകളാകുന്ന ജലപ്രവാഹത്താൽ. എങ്ങനെയുള്ള ജലപ്രവാഹമാണത്? അത് എവിടുന്ന ആ ജലപ്രവാഹം ആരംഭിക്കുന്നത്? വേദശൈലാവതീർണേന, വേദമാകുന്ന പർവ്വതനിരകളിൽ നിന്നും ആരംഭിക്കുന്ന വ്യാസവാക്യമാകുന്ന ജലപ്രവാഹത്താൽ. ആ ജലപ്രവാഹത്താൽ എന്താ സംഭവിക്കുന്നത് അറിയോ? കുധർമ്മ തരുഹാരിണ നീരജസ്ക മഹീകൃത. അതായത് അധർമ്മത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും വൻവൃക്ഷങ്ങളുടെ വേരിനെ ഇല്ലാതാക്കുന്ന, വൻവൃക്ഷങ്ങളെ വേരോടുകൂടി പിഴുതുകളയുന്ന, അഥവാ പിഴുതുകളഞ്ഞ് ഭൂമിയെ സ്വച്ഛമാക്കി തീർക്കുന്ന വ്യാസവാക്യങ്ങളാകുന്നു മഹാഭാരതം എന്നുള്ളത്. അപ്പോ അപ്പൊ ഒന്ന് ആലോചിക്കൂ, ഒന്ന് ഭാവനയിൽ കാണണം നമ്മൾ. വേദമാകുന്ന പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വ്യാസവാക്യങ്ങളാകുന്ന ജലപ്രവാഹം. ആ ജലപ്രവാഹം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അജ്ഞാനത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആയിട്ടുള്ള വൻവൃക്ഷങ്ങളെ വേരോടുകൂടി പിഴുതുകളഞ്ഞ് ഭൂമിയെ സ്വച്ഛമാക്കുന്നു. ആ സ്വച്ഛമാക്കുന്ന വ്യാസവാക്യങ്ങളാകുന്നു സാക്ഷാൽ മഹാഭാരതം എന്നുള്ളത്. ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം തന്നെ പല പുരാണങ്ങളിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഇവിടെ നമുക്ക് മഹാഭാരത സാരത്വാത് എന്ന വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് മഹാഭാരതത്തിന്റെ പ്രാധാന്യം എന്ന്
പ്രാചീന ആചാര്യന്മാർ പറഞ്ഞ കാര്യം നമ്മളൊന്നും അറിയണ്ടേ? അതിനുവേണ്ടി ഇവിടെ ഉദ്ധരിച്ചതാണ്. തുടർന്നുള്ള പ്രമാണങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.